നമസ്കാരം. രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസിനോട് സംബന്ധിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ ഡ്രഗ് ഡീലർമാരായ തസ്ലീമ, സജീർ എന്നിവരുമായി ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും ഷൈൻ സമ്മതിച്ചു. പഠിച്ചുവെച്ച ഉത്തരങ്ങളുമായി എത്തിയ ഷൈനെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനായില്ല. അറസ്റ്റിലായ ഷൈനെ വൈകിട്ട് 5:30 സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തുടർച്ചയായ 3-ാം ദിവസവും സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് വിപത്തിനെ കുറിച്ചാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ശ്രീ വി കെ സനോജ് CPIM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ TK രാജ്മോഹൻ മുൻ NIA-SP, ശ്രീ C ഷുക്കൂർ നടൻ, ശ്രീമതി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഭിഭാഷക, ശ്രീ ചിറക്കര മധു റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ TK രാജ്മോഹൻ, ഇന്നിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ വിട്ടിട്ടുണ്ട്. നമുക്കറിയാം 10 കൊല്ലം മുമ്പ് പ്രമാദമായ കൊക്കൈൻ കേസിൽ അറസ്റ്റിലായ ആളാണ് ഷൈൻ. പക്ഷേ അത് ശിക്ഷയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അന്വേഷണത്തിൽ. ഇവിടെയും ഇപ്പോൾ ഷൈനെ സംബന്ധിച്ച് ഷൈൻ ലഹരി ഉപയോഗിച്ചതായി ഇതുവരെ തെളിയിക്കാൻ കഴിയുന്നു. ഉപോത്ബലകമായ കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഹോട്ടൽ റൂമിൽ നിന്ന് ലഹരിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഒപ്പം ഇനി രാസപരിശോധനാ ഫലം ഒക്കെ വന്ന് ഇപ്പം നഖത്തിൻ്റെയും മുടിയുടെയും ഒക്കെ സാമ്പിൾസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ കുറച്ചുകൂടി കൺക്ലൂസീവായ കാര്യങ്ങളിലേക്ക് എത്തിയേക്കാമെങ്കിലും ഇതുവരെ ലഹരി ഉപയോഗത്തിന് തെളിവൊന്നുമില്ല. പക്ഷേ അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലുണ്ട്, അത് മൊഴിയിലുണ്ട് താൻ. എന്തുകൊണ്ടാണ് ലഹരി കേസുകൾ വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? അഭിലാഷ്, അതിൽ പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം ഞാൻ പറയാം. ഈ NDPS ആക്ട് ആദ്യമായി വന്നത് 1985-ലാണ്. 85 നവംബർ 15 പ്രിസൈസ് ആ ഡേറ്റിനാണ് ഞങ്ങളൊക്കെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോഴന്ന് ഈ NDPS ആക്ട് ശരിക്ക് നോൺ ബെയിലബിൾ സെഷൻസ് കോർട്ട് ട്രയലാണ്. അതിൻ്റെ ഇടയിൽ വേറെ കോടതിയില്ല. അപ്പോൾ NDPS ആക്ടിൽ വിട്ടുപോയാൽ പിന്നെ വേറൊരു മാർഗമില്ല. നോൺ ബെയിലബിൾ ജാമ്യം കിട്ടുന്ന പ്രസ്തുതിക്കുന്നില്ല. പിന്നെ ഈ കോടതിയാണെങ്കിൽ ജില്ലാ കോടതി, ആ ജില്ലാ കോടതി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി അപ്പീൽ. അപ്പോൾ എല്ലാ വകുപ്പുകളും വളരെ സ്റ്റേണായ വകുപ്പുകളാണ്. അത് ഈവൻ സ്മോൾ ക്വാണ്ടിറ്റി. അത് കാലം കഴിഞ്ഞ് 2001 ആകുമ്പോൾ NDPS ആക്ട് ഡയല്യൂട്ട് ചെയ്ത്, ഞങ്ങൾ പറയുക ഡയലൂഷൻ നടത്തുക, അതായത് എമെൻഡ് ചെയ്തു. ആ എമെൻമെൻറ്റ് ഫുൾ ഡയലൂഷനാണ്. അതിൽ ആണ് ഈ സ്മോൾ ക്വാണ്ടിറ്റി, പിന്നെ ബിഗ് ക്വാണ്ടിറ്റി, പിന്നെ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അങ്ങനെ ക്വാണ്ടിറ്റിയാണ് തരംതിരിച്ചു. അതായത് 900 ഗ്രാമുമായിട്ട് കഞ്ചാവ് പിടിച്ചാൽ അവൈലബിളാണ് സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ അവിടെ നിന്നാണിത് ഞങ്ങളൊക്കെ പറയുന്നത് 2001 അമെൻമെൻറ്റ് വാസ് വെരി ഡേഞ്ചറസ് ആണ് സിസ്റ്റം. അതിനുശേഷമാണ് ഈ ഡ്രഗ് കാർട്ടൽ ഇങ്ങനെ ഇന്ത്യയിൽ മുഴുക്കി വ്യാപിച്ചത്. അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ കംപ്ലീറ്റ് ടേക്ക് ഓവർ കഴിഞ്ഞു. അത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ആയ മെനേഴ്സാണ് ഇപ്പോൾ. അത് നമ്മൾ വിചാരിക്കുന്ന മാറ്റമൊന്നുമല്ല. കാരണം നമ്മളെ സർക്കാരും എല്ലാ ഏജൻസികളും പോലീസും എക്സൈസും എല്ലാം വളരെ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഭയങ്കര ഒരു വാറാണ്. എന്നിട്ടും ഇതുപോലെയുള്ള താരങ്ങൾ ഈ ഡ്രഗ്സിനും ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ MDMA-ക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് പാർട്ടി നടത്തുന്നു, അല്ലെ ആക്റ്റീവായിട്ട് പോകുന്നു. അപ്പം നമ്മുടെ ഈ നടപടികളൊന്നും ശരിക്ക് എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ സോഴ്സ് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഈ ഡ്രഗ് എന്നുള്ള സാധനം ഒരു നോർമലൈസ് ആയിപ്പോയിരിക്കുകയാണ്. ഇപ്പം ചെറിയ ചെറിയ മദ്യപാനം, കള്ളു കുടിക്കുന്നൊക്കെ പണ്ടൊക്കെ ഉണ്ടല്ലോ, അതുമാതിരി മദ്യപാനം മാതിരി ഇപ്പോഴത് നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഒരു പ്രധാന കാരണം ഈ സിനിമ തന്നെയാണ്. നമ്മുടെ സിനിമാ ഫീൽഡ് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക്, ചെറുപ്പക്കാർക്ക് ഇവരൊക്കെ വളരെ ഒരു മായാ ലോകമാണ്. അവിടെ ഇപ്പോഴും നായകന്മാരല്ല, ഈവൻ ലീഡിങ് നായകന്മാരൊക്കെ ഡ്രഗ് ഉപയോഗിക്കുകയാണ് സിനിമയിൽ. ഓരോ കഥാപാത്രം വരുമ്പോൾ ആ കഥാപാത്രമൊക്കെ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാരുടെ ആരാധനാമൂർത്തിയായ പല താരങ്ങളും ഈ ഡ്രഗ്സിന് തന്നെ ഒരു പ്രൊപ്പഗണ്ട ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്ക് എവിടെ എത്തിയിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ പോലീസ്, എക്സൈസ് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുന്നില്ല. ഒരു കേസ് റിപ്പോർട്ടായ ഞാൻ നിങ്ങളൊക്കെ ഹ്യൂഗൻ ക്രൈ ബാങ്ക് ചർച്ച നടത്തുന്നു, അങ്ങനെ പലതും നടത്തുന്നു. അവസാനം എന്താവുന്നു? 10 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ അതേ കേസ് വിട്ടുപോകുന്നു. അപ്പം ഇതൊരു പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ആക്ഷൻ ഇല്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിൻ്റെ ഭാഗത്തു നിന്നാലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും എവിടെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ കാണുന്നില്ല. വേറെ ഇപ്പം നമ്മുടെ ഈ പ്രത്യേക താരത്തിൻ്റെ കാര്യം തന്നെ പറയാം. 10 വർഷം മുമ്പേ അയാളെ പിടിച്ച കേസ് വളരെ വളരെ ഡേഞ്ചറസ് ആയ സംഭവമാണ്, കേസാണത്, കൊക്കെയിൻ. ആ കൊക്കെയിൻ കേസ് 10 വർഷം കഴിഞ്ഞിട്ട് അത് എക്യൂറ്റിലായിരിക്കുകയാണ്. അപ്പോഴും പറയും നമ്മൾ തമ്മിൽ കുറ്റപ്പെടുത്തും. അത് LDF കാലത്തല്ല, UDF കാലത്തായിരുന്നു, വിട്ടുപോയത് LDF കാലത്താണ്. അതല്ല,
എന്തുകൊണ്ട് വിട്ടുപോയി? കാരണം അന്നത്തെ പോലീസ് ഇന്നത്തെ പോലീസ് കേരള പോലീസ് തന്നെയാണ്. അപ്പൊ അതിനായി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കുക, അതിന് അപ്പീൽ പോവുക, അത് പ്രോപ്പറായിട്ട് ഇനി അങ്ങ് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പൊ പ്രധാന കാരണം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. സമൂഹം ആശങ്കയിലാണ്. ഈ ഡ്രഗ് മാഫിയ ഇങ്ങനെ സമൂഹത്തിൽ പിടിമുറുക്കുന്നത് ആശങ്കാജനകമാണ്. ശ്രീ ചിറക്കര മധു, അദ്ദേഹം റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ശ്രീ മധു, ഇപ്പോൾ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ ഇട്ടിട്ടാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഡ്രഗ് പെഡ്ലേഴ്സുമായി, 2 പ്രധാനപ്പെട്ട ഡ്രഗ് പെഡ്ലേഴ്സുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം തെളിവുകളോടുകൂടി പിടികൂടിയിട്ടുണ്ട്. തസ്ലീമ അതുപോലെ തന്നെ സജീർ, ഇവരെ 2 പേരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഗ് പെഡ്ലർമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷേ എന്നാൽ പോലും ഇതൊരു ഓലപ്പാമ്പ് കാട്ടിയുള്ള ഭീഷണിയായിട്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബത്തിന് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കൊക്കൈൻ കേസ് കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. പക്ഷേ കൊക്കൈൻ കേസ് എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മയക്കുമരുന്ന് പിടികൂടിയാൽ ഒന്നും അങ്ങനെ കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കേരളം വന്നതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ ആത്മവിശ്വാസം? ഒരിക്കലുമല്ല. ഒരു കേസ് അതിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മയക്കുമരുന്ന് കേസിൽ പെട്ടാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് കരുതുന്ന മൗഢ്യമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ SP അദ്ദേഹം പറഞ്ഞതുപോലെ മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് സാധാരണ ക്വാണ്ടിറ്റിക്ക് അപ്പുറം വന്നാൽ വളരെ കഠിനമായ ഒരു നിയമമാണ്. അതിനകത്ത് പെട്ടുപോയാൽ കർശനമായ ശിക്ഷയാണ് കിട്ടുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സൈസ് ഒക്കെ എടുക്കുന്ന കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ അതിന്റെ ശിക്ഷയുടെ ശതമാനം 90-നും 95-നും ഇടയ്ക്കുള്ള ശതമാനത്തിലാണ് ശിക്ഷ വിധിക്കുന്നത്. വളരെ കൂടിയ ശിക്ഷയാണ്. 20 years 2 lakhs rupees ഒക്കെയാണ് ഈ അടുത്ത സമയത്ത് വിധിച്ച കേസുകളിൽ മിക്കതിലും വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു 10 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ ചെറുതായ ഒരു ടെക്നിക്കൽ എററിന്റെ പേരിലാണ് ഇത് വിട്ടുപോയത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കഞ്ചാവ് കേസിനകത്ത് NDPS കേസിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും പ്രതിക്ക് ആയിരിക്കാം. ശ്രീ ചിറക്കര മധു, ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് 2015 എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന ഷൈൻ ടോം ചാക്കോയുടെ വിഷ്വൽ നമുക്കുണ്ട്. 10 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന വിഷ്വൽ നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ 10 വർഷം കഴിഞ്ഞു പോയി. ഷൈൻ ടോം ചാക്കോ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, കൂടുതൽ വലിയ ഇൻഫ്ലുവൻസറായി, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് അബ്യൂസ് അതുപോലെ തുടരുന്നു. ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ട് ചെയ്യാൻ പരമാവധി ഇത്രയും ഒന്ന് പിടിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന അത്രേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് വരുമ്പോൾ സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുക? സമൂഹം കാണുന്നതിനൊരു തെറ്റായ ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഇന്നിപ്പോ നടന്ന സംഭവത്തിനകത്ത് അദ്ദേഹത്തിൽ നിന്ന് മെറ്റീരിയൽ പിടിച്ചെടുക്കാത്തിടത്തോളം കാലം, അദ്ദേഹത്തിന് എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. പിന്നെ 29 എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ഗൗരവമായ ഒരു സെക്ഷനാണ് 29. ഇപ്പൊ 29 എന്ന് പറയുന്ന സെക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ക്രൈം നടന്നിരിക്കണം, ഒരു മെറ്റീരിയൽ റിസീവ് ചെയ്തിരിക്കണം, നമ്മൾ പിടികൂടിയിരിക്കണം, ഒന്നിലധികം കുറ്റവാളികൾ ഉണ്ടായിരിക്കണം. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ നടന്നു എന്നതിനെ ബേസ് ചെയ്തുള്ള സെക്ഷനാണ് 29. അതിലൊരാൾ പെട്ടുപോയാൽ അത് പെട്ടത് തന്നെയാണ്. അത് 20 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ കിട്ടാവുന്ന വലിയ ഗൗരവമുള്ള വകുപ്പാണ്. പക്ഷെ ഇവിടെ ഒരു ക്രൈം FIR വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പോലീസിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും ഒരു തുമ്പ് കയ്യിൽ ഉണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മൊഴിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 180-ലധികം രാജ്യങ്ങളിൽ പ്രസിദ്ധരായിരുന്ന ആളുകളാണ് മറഡോണയും മൈക്കൽ ജാക്സണും ഒക്കെ. കോടാനുകോടിയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകൾ മയക്കുമരുന്ന് എന്ന് ഉപയോഗിച്ചു തുടങ്ങിയോ അന്ന് ദയനീയമായ ദുരന്തത്തിലൂടെ മരണമടയുക ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ കേരളം ലോകത്തിന്റെ ഒരു അറ്റത്തുള്ള ഒരു പൊട്ടുപോലുള്ള കേരളത്തിൽ ഒരു സിനിമാ നടന് ഏതുവരെ എത്താൻ പറ്റും? ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയത്തുമില്ല. അദ്ദേഹം ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ കണ്ടാലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും അവശതകളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. എത്ര നാൾ പോകുമെന്ന് നമ്മൾ കണ്ടറിയണം. ശരി, അത് സങ്കടകരമായ കാര്യമാണ്. ഡീഗോ മറഡോണ, അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച മൈക്കിൾ ജാക്സൺ, സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോൺ, അങ്ങനെ ഈ ഡ്രഗ് കൊണ്ട് ആരോഗ്യം നശിച്ച, അകാലത്തിൽ മരണത്തിൽ കീഴടങ്ങേണ്ടി വന്ന ലോകോത്തരരായ പ്രതിഭകൾ എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭകൾ കൂടി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ FIR വന്നിട്ടുണ്ട്, പോലീസിന്റെ ബോധ്യം പറയുന്നുണ്ട്. അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ അത് സംബന്ധിച്ച ഗൂഢാലോചനയുടെയോ ഭാഗമായിട്ടാണ് ടിയാനും ടിയാന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷാദും മുറിയിൽ താമസിച്ചത് എന്നും പോലീസ് തെളിവ് നൽകാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതെന്നും ഉത്തമ വിശ്വാസം വന്നതിനാൽ പ്രതികൾക്കെതിരെ സെക്ഷൻ 27B 29 NDPS ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒപ്പം 238 BNS എന്നാണ് പോലീസിന്റെ കേസ്. ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്?
അതിലൊന്നാമത്തെ കാരണം ഇവിടെ നേരത്തെ എക്സൈസ് മുൻ കമ്മീഷണർ പറഞ്ഞതുമാതിരി റിക്കവറി ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസും പിടികൂടിയിട്ടില്ല ആ മുറിയിൽ നിന്നോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ. ഇപ്പോഴത്തെ വൈദ്യപരിശോധനയിലും ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു മയക്കുമരുന്ന് കേസിൽ എങ്ങനെ ഈ തെളിവ് വെച്ച് പിടികൂടുമെന്നൊരു ചോദ്യം, അതല്ലെങ്കിൽ ശിക്ഷിക്കുമെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആക്ച്വലി ക്രൈം നടന്നു എന്ന് പറയാൻ ഉള്ള യാതൊരു തെളിവുമില്ല എന്ന കാര്യം അഭിലാഷ് എന്നെ സൂചിപ്പിക്കേണ്ടായി. അത് തന്നെയാണ് കേരള പോലീസും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എക്സൈസിലും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കിട്ടിയല്ലോ. അപ്പം ശരീരത്തിൽ എത്രത്തോളം ഉണ്ട്, ഇപ്പം യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ അത് കിട്ടാൻ പ്രശ്നമാണ്. അപ്പം യൂറിനേറ്റ് ചെയ്ത് പോയതുകൊണ്ട് അതും പിന്നെ ഇനി പുറത്തു പോയ സമയത്ത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഒരു മാധ്യമ പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഇതുപോലെ സമയം വൈകി വന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് ആൽക്കഹോളിക് എലിമെന്റ്സ് ഇല്ലാണ്ടായിട്ട് വരാൻ സാധിച്ച കാര്യവും നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, അപ്പുറത്ത് പാരലലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാരലൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റ് എങ്ങനെയാണിത് ടാക്കിൾ ചെയ്യുക, അതൊരു വലിയ ചലഞ്ചാണ്. അപ്പം നമ്മുടെ ആക്ടിന് തന്നെ ഒത്തിരി ചലഞ്ചുണ്ട്. അപ്പം നേരത്തെ തന്നെ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചു, അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് സുഹൃത്തൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഇവിടെ കൺസ്യൂം ചെയ്യുന്ന ഒരു എമൗണ്ട് വളരെ ലിറ്റിലാണ്, അതുപോലെ അറ്റംപ്റ്റ് ആണ് പിന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ ചെറിയൊരു ഒഫൻസാണ്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ സാധിച്ചത്. ഒരിക്കലും ക്വാണ്ടിറ്റി ഒന്നും, അല്ലെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും വലിയ ക്വാണ്ടിറ്റിയിലൊന്നും കൊണ്ടു നടക്കാറില്ല. അവനവന് കൺസ്യൂമബിൾ ആയിട്ടുള്ള സംഗതി മാത്രമേ അവർ ക്യാരി ചെയ്യുള്ളൂ. മറ്റതൊക്കെ ആരെങ്കിലുമാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ള വളരെ സാധാരണമായിട്ടുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഹൈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മറ്റ് സിൽബന്ധികളുണ്ടാവും, ഇവർക്ക് വേണ്ടി ജയിലിൽ പോകാൻ പോലും ആളുകളുണ്ടാവും. പിന്നെ നമ്മളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊക്കൈൻ കേസിലാണെങ്കിൽ ഇദ്ദേഹമാണ് ബലിയാടായത്, വേറെയും വലിയ വലിയ ഷാർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരെയൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ആക്ച്വലി നമ്മൾ ഇപ്പം സിനിമാ രംഗം നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോട്ടോകോൾ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ സർക്കാരിന്. അതിന് വേണ്ടുന്ന ചില സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഈ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച് ആ എല്ലാ ആക്ടിനെയും സമന്വയിപ്പിച്ച് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒന്നും തന്നെ പോലീസോ എക്സൈസോ ഒന്നും കടന്നു വരാത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോലീസും എക്സൈസും വരണം. കാരണം കുട്ടികൾ അവിടെ പല രീതിയിൽ, വിദ്യാർത്ഥികൾ റാഗിങ്ങിൻ്റെ പേരിൽ ഈ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സബ്സ്റ്റൻസ് ഉപയോഗത്തെ വളരെ കൃത്യമായി ബോധവൽക്കരണം എന്ന് പറഞ്ഞ കുറേ എക്സൈസുകാർ, ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കഴിച്ചാൽ എനിക്ക് ബോധം നശിക്കുമെന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബോധവൽക്കരണം ചെയ്യേണ്ട കാര്യമല്ല, അതിനെല്ലാം സമയം കളയേണ്ടത്. ദാറ്റ് ഓൾ തിങ്സ് വി ക്യാൻ ഡൺ ത്രൂ മീഡിയ ആൻഡ് അതർ ഏരിയാസ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട മറ്റു ചില ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ട് ഓൾ തിങ്സ് വി ആർ ഗിവിങ് ഇൻ അഡീഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ പകരം എന്ത് നൽകുന്നു? ലഹരിയിൽ പോവാതിരിക്കാൻ പകരം നിങ്ങൾ അവർക്ക് എന്ത് നൽകുന്നു? അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പറയുന്നത്? രാഷ്ട്രീയത്തിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ മറ്റെന്ത്, സ്പോർട്സ് ഉണ്ടോ, മറ്റു ഏരിയാസ് ഉണ്ടോ, എവിടെയാണ് അവർ ക്രിയേറ്റീവ് സ്പേസ്? എന്താണ് ഒരു രണ്ട് ചെറുപ്പക്കാരെ ഒരുമിച്ച് കണ്ടാൽ ഉടനെ അവൻ തലയിൽ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ അവനെ കാണുമ്പോഴേക്കും കഞ്ചാവ് അടിക്കുന്നവൻ മറ്റോന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടാർണിഷ് ചെയ്ത് മാറ്റി നിർത്താണ്. പകരം അവരോട് നമ്മൾ സംസാരിച്ച് അവർക്ക് വേണ്ടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ശ്രീ VK സനോജ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ബോധവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞു, എൻഫോഴ്സ്മെന്റിന്റെ കാര്യം വരുമ്പോൾ നോക്കൂ, ഇതിപ്പോൾ സിനിമക്കാർ മാത്രമൊന്നുമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം, സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. NDPS കേസുകളുടെ എണ്ണത്തിൽ വന്ന വർധനവ് മാത്രം എടുത്താൽ നമുക്കതിന് തെളിവുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സിനിമാക്കാരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണ്. അപ്പോൾ അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിന് ന്യായീകരണം ചമയ്ക്കുകയോ അതൊരു തെറ്റായ മാതൃകയായി മാറുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ ആക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു സിനാരിയോയിൽ. അപ്പോൾ ഇവിടെയൊക്കെ മയക്കുമരുന്ന് എത്ര തരത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് ആർക്കൊക്കെ ബോധ്യം വന്നാലും ഈസി ആയിട്ട് ഊരിപ്പോകും എന്ന് വന്നാൽ അത് കാണുന്ന യുവസമൂഹത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു തോന്നലാണ് വരിക. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെ, നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൻ്റെ പരമാവധി സംസ്ഥാനത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒന്നാമത് ഇപ്പം കേരളത്തിലെ നിയമസഭ തന്നെ വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്തു.
നിയമസഭയിൽ വ്യത്യസ്ത പാർട്ടി നേതൃത്വം നൽകി നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ചർച്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റും ഈ കാര്യത്തെ കാണുന്നത്. ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ കേസിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 24,517 പേരെയാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളുടെ ഉപഭോഗമുള്ള കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിൽ ആകെ 9,714 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അറസ്റ്റിൻ്റെ എണ്ണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും എല്ലാം ശക്തമായ എൻഫോഴ്സ്മെന്റ് തന്നെ നടക്കുന്നുണ്ട്. അത് മതിയെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വേണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതിൽ നിൽക്കണം എന്നുള്ളതല്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുന്നില്ല, ഒരിക്കലും കഴിയില്ല. പിന്നെ മറ്റു തരത്തിലുള്ള ഇതിൻ്റെ വ്യാപനം ഇപ്പം നമ്മൾ കാര്യം മനസ്സിലായി. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം ഉള്ളത്, ഇതൊരു ആഗോള പ്രതിഭാസമായി വളരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ ഇത് വർദ്ധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൻ്റെ തീരത്ത് 1800 കോടിയുടെ മയക്കുമരുന്ന് വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. വിവിധ തലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ കോടാനുകോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു. ഇതൊന്നും പിടിക്കപ്പെടാത്ത നിലയിൽ മറ്റു കാര്യങ്ങൾ സുഖമായി നടക്കുന്നു. അത് എയർപോർട്ട് വഴി നടക്കുന്നുണ്ട്, സീപോർട്ട് വഴി നടക്കുന്നുണ്ട്. ഇപ്പൊ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന് നല്ല ശക്തമായി ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രം കേരളത്തിൽ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രശ്നമാണ് നേരത്തിലേക്ക് ഇതിനെ ചുരുക്കരുത്. പിന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സിനിമാ മേഖലയിലെ ആളുകൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് സിനിമയിലെ ഉത്തരവാദിത്തപ്പെട്ട വിവിധ സംഘടനകളുണ്ട്, വലിയ താരങ്ങളുണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് വന്ന് അഭിപ്രായം പറയണം. സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം കൊടുക്കാൻ, ഏറ്റവും നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ആ ഒരു വിഭാഗമാണ് സിനിമ. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നു, ഇതിൻ്റെ ഭാഗമായി മാറുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ ക്യാമ്പയിന് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ആളുകൾ എന്ന നിലയിൽ ഇറങ്ങി നിൽക്കണം എന്ന അഭിപ്രായം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായും ശ്രീ ജിൻഡോ ജോൺ, സിനിമാ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ പൊതുസമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അവർ മാതൃകയാകണം എന്നുള്ളതാണ് പൊതുവെയുള്ള സങ്കല്പം. പക്ഷേ തെറ്റായ മാതൃകകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ കാര്യവുമാണ്. ഇവിടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ പോലീസ് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്ന് ഇന്ന് ഈ കേസൊക്കെ എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. എന്താണ് പരിഹാരം? പ്രതിപക്ഷത്തിന് എന്താണ് തോന്നുന്നത്? അല്ല അഭിലാഷേ, നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരായാലും പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള നിരവധി ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നുണ്ട്, ക്യാമ്പയിൻ നയിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് അനുഗുണമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ തെറ്റായ സന്ദേശം വരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ, അല്ലെങ്കിൽ അവരുടെ പേര് പറയുന്നു, വേറെ ആളുകളുണ്ടാകാം, ഇല്ല എന്നൊക്കെ പറയുന്നു, ഉണ്ട് എന്ന് വേറെ കുറേ ആളുകൾ പറയുന്നു. പക്ഷേ അല്ലാത്ത ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് ലഹരിക്ക് അടിമയായിട്ട് പൊതുസമൂഹത്തിൽ വരാത്ത ആളുകളെ മാതൃകയാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്ന മറുപടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെറുപ്പക്കാർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നു സമൂഹത്തിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ഈ പറഞ്ഞ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമാണ്. ഇവിടെ ഒരു ഷൈൻ ടോം ചാക്കോ ആണ് ഈ കേരളത്തിലെ ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ഥിരമായിട്ടൊരു വേട്ടമൃഗം വേണ്ടതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെ പേര് വന്നപ്പോൾ എല്ലാവരും അതിൽ കയറി വേട്ടയാടുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ, ഇന്ന് ഈ ചർച്ചയ്ക്ക് കൈയടിക്കുന്ന ആളുകളും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപാട് മുഖംമൂടി അണിഞ്ഞ മാന്യന്മാർ ഈ കേരളത്തിലുണ്ട്. അത് മാന്യന്മാർ മാത്രമല്ല, മാന്യകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ കുറെ കൂടി എഫക്റ്റീവായിട്ടുള്ള പോലീസിങ് ഉണ്ടാകണം, എക്സൈസ് വകുപ്പിൻ്റെ നടപടികൾ ഉണ്ടാകണം. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ശ്രീറാം വെങ്കട്ടരാമൻ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെ കാറിടിച്ചു വന്ന കേസിൽ അദ്ദേഹത്തിന് സൗകര്യപ്രദമായിട്ട് ഡയാലിസിസ് നടത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ മാറ്റിയതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കപ്പെട്ട സാഹചര്യമാണ്
കേരളത്തിലുള്ളത്. അപ്പോൾ ഉന്നത IAS IPS ഉദ്യോഗസ്ഥർ പോലും അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രം കോർണർ ചെയ്ത് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ പോരാ. മുഴുവൻ ആളുകളും ഒന്നിച്ചിറങ്ങി നിന്ന് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ആത്മാർത്ഥത കാണിക്കണം. ആത്മാർത്ഥതയോടുകൂടി വേണം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ. അല്ലാതെ പുറമോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങ് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കുറേ കൂടി എഫക്റ്റീവായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല എന്നല്ല പറയാം, ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി എഫക്റ്റീവിലുള്ള ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടക്കണം. ക്യാമ്പയിൻ നടന്നാൽ പോരാ, കുറേ കൂടി പോസിറ്റീവായിട്ട് ഈ ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ എന്താ നമുക്ക് കൊടുക്കാനുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻസ്. എത്രത്തോളം പ്രതീക്ഷ നശിച്ച ഒരു തലമുറയുടെ മുമ്പിൽ പ്രതീക്ഷ നിർഭരമായിട്ട് അവർക്ക് കുറേ കൂടി അവരെ സംവദിക്കാൻ, അവരോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഭാഷ സംസാരിക്കാൻ, അവരുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരിലുണ്ട്, സിനിമാ താരങ്ങളിലുണ്ട്, അല്ലെങ്കിൽ പൊതുമേഖലയിലുണ്ട്, ഉദ്യോഗസ്ഥരിലുണ്ട്. അപ്പോൾ അവരുടേതായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുമ്പോൾ അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സ്, പുതിയ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഉണ്ടാകപ്പെടേണ്ടതാണ്. അവിടെയാണ് ലഹരി ഉപയോഗം കുറെ കൂടി നല്ലതാണെന്ന് പറയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന, അല്ലെങ്കിൽ അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന മന്ത്രിമാരുടെ വിടുവായിത്തരങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിടുവായിത്തരങ്ങൾ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ വകതിരിവില്ലാത്ത വർത്തമാനങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിനെയും കൂടി അഡ്രസ്സ് ചെയ്യണം. ഒരു ഷൈൻ ടോം ചാക്കോ എന്നുള്ള ഒറ്റ പ്രതിയിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ പോരാ. അദ്ദേഹത്തിനെതിരെ മുൻപുണ്ടായിരുന്ന കേസിൽ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു പോയി, ആ കേസ് എടുത്തത് UDFന്റെ കാലത്താണ്, അതുകൊണ്ട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് പറയുമ്പോൾ തന്നെ അത് ഈ 9 വർഷത്തിനിടയ്ക്ക് അതിൻ്റെ പ്രോസിക്യൂഷൻ നടന്നു. ഒരു ഘട്ടത്തിൽ പോലും പ്രോസിക്യൂഷന് ആ കേസിൽ കുറവുകളുണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ പ്രോസിക്യൂഷനും ഉദ്യോഗസ്ഥരും അന്ന് വീഴ്ച വരുത്തിയ മുഴുവൻ ആളുകൾക്കെതിരെയും അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഇതിന് ഒത്താശ ചെയ്ത് അവർക്കെതിരെ നടപടി കൂടി സ്വീകരിക്കണം. ഇന്നിപ്പോൾ ഈ 16-ാം തീയതിയാണ് അദ്ദേഹം 3-ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 19-ാം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിനും സൗകര്യപ്രദമായിട്ട് ബ്ലഡിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ സാമ്പിളൊക്കെ മാറ്റാവുന്ന സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒഴുക്കൻ മട്ടിലുള്ള ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകളല്ല, അറസ്റ്റുകളല്ല വേണ്ടത്. കുറെ കൂടി എഫക്റ്റീവായിട്ട് ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ വിഷയത്തെ പൗരസമൂഹം കുറെ കൂടി പോസിറ്റീവായിട്ട്, കുറെ കൂടി ജാഗ്രതയോടെ അഡ്രസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഗൗരവമുള്ള വിഷയമാണ്. ശ്രീ സി ഷുക്കൂർ, ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴി അനുസരിച്ച് ഈ ഡ്രഗ് കൊണ്ടുവരുന്നത് സിനിമാ സഹപ്രവർത്തകർ തന്നെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും മറ്റും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഹമ്മദ് മുർഷദിനാണ് ഈ റെയ്ഡ് ഉണ്ടായ ദിവസം 20,000 രൂപയുടെ തുക കൈമാറിയിട്ടുള്ളത്, ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ വഴി നടത്തിയിട്ടുള്ളത്. അപ്പോൾ സിനിമാ സെറ്റുകളിൽ ലഹരി വരുന്നുണ്ട്, അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച 2-3 പരാതികളെങ്കിലും ഇന്നലെ സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പരസ്പരം പറയുന്നത് കേൾക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇപ്പോൾ സിനിമ എന്നുള്ളതൊരു തൊഴിൽ യൂണിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനാഭ്യന്തരമായ സംവിധാനങ്ങളുണ്ട്, അതിനപ്പുറത്ത് ഉള്ള പരിശോധനകൾ നടത്തേണ്ട കാര്യമുണ്ട് എന്ന് ഈ പറയുന്ന മൊഴികളും അതുപോലെയുള്ള വിവരങ്ങളും നമുക്ക് ഒരു സൂചന നൽകുന്നു കൂടിയുണ്ട്. ഈ പ്രശ്നത്തെ സിനിമാ മേഖല എങ്ങനെ അഡ്രസ്സ് ചെയ്യും? തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇത് കാണേണ്ടത്. സിനിമാ മേഖല ഒരു തൊഴിൽ മേഖലയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 1-2 വർഷമായി വളരെ സജീവമായി സിനിമാ മേഖലയിലെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്തൊരു സമൂഹമാണ് നമ്മുടേത്. അവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം, അവരുടെ തൊഴിലെടുത്ത പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യവും ഹേമ കമ്മിറ്റിയുടെ ചർച്ചകൾ സജീവമായി വന്നതാണ്. ഇവിടെ നമ്മൾ 2015 കേസ് പലരും സൂചിപ്പിക്കുകയുണ്ടായി. 2015 ജനുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള 8 പേരെ പ്രതികളായിക്കൊണ്ട് കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2015 ജനുവരി 31 മുതൽ മാർച്ച് 31 വരെ അതിൽ 6 പേര് ജയിലിലായിരുന്നു. അതിനുശേഷം ആ കുറ്റപത്രം കൊടുത്തു. എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആ കേസ് കമ്മിറ്റലായി വന്നു. പിന്നെ അഡീഷണൽ കോടതി അവരെ വിചാരണ നടത്തി. SC 226 2015 കേസ് വിചാരണ വരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിചാരണയിൽ ആ കേസ് അക്വിറ്റലായി. ഈ അക്വിറ്റലാകുന്ന സമയത്ത് അദ്ദേഹം 3-ാം പ്രതിയാണ്. മറ്റു പ്രതികളെ എല്ലാ പ്രതികളെയും വിട്ടു. ഒരു വിദേശിയായ ആൾ പോലും അതിൽ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതി, നമ്മുടെ 2014 സുപ്രീം കോടതിയിലെ ഒരു ഡിസിഷൻ പ്രകാരം എല്ലാ SP ഓഫീസ് കേന്ദ്രീകരിച്ചും അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റി എന്നൊരു സംഗതിയുണ്ട്. SP ചെയർമാനായിക്കൊണ്ട് അവിടുത്തെ ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർ, മറ്റ് പ്രോസിക്യൂട്ടർമാർ, ബന്ധപ്പെട്ട DYSPമാരൊക്കെ ചേർന്നൊരു കമ്മിറ്റി ഉണ്ട്. അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റി തന്നെ പറയുക, ARC, അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റി. മിക്കവാറും എല്ലാ പോലീസ് ജില്ലയിലും മാസത്തിൽ 2 മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ആ കമ്മിറ്റി മീറ്റിംഗ് ചേരുന്നുണ്ട്.
അവിടെ ആ കമ്മിറ്റിയിൽ ആരുടെ ഭാഗത്ത് കൊണ്ട് വീഴ്ച കൊണ്ടാണോ ആ കേസ് അക്വിറ്റലായത്, ഏത് ഭാഗത്താണ് അക്വിറ്റലിന് കാരണമായി വന്നത്, പ്രോസിക്യൂട്ടറാണോ വീഴ്ചക്കാരൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഗത്ത് വീഴ്ചയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫീഷ്യൽ കപ്പാസിറ്റിയിലുള്ള സാക്ഷിയുടെ ഭാഗത്തുള്ള വീഴ്ചയാണോ, കൃത്യമായി പഠിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലൊക്കെ കമ്മിറ്റി ഉണ്ട്. എറണാകുളം ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് തീർച്ചയായും ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ആ കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് വേണമെന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് ഈ നേരത്തെ സിനിമാ സെറ്റുകൾ തീർച്ചയായും സിനിമാ മേഖലയിലുള്ളവർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ സമീപനം കൈക്കൊള്ളേണ്ടതുണ്ട്. നേരത്തെ സയോജ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒന്നാംകിട സിനിമാ താരങ്ങൾ, വലിയ നിലയിലുള്ള ആൾക്കാർ വളരെ ഗൗരവമായി തന്നെ ആ സിനിമ ഈ മയക്കുമരുന്നിനെതിരെ പ്രചാരണത്തിന് മുന്നിലുണ്ട്. ലാൽ സാറുണ്ട്, മമ്മൂട്ടി സാറുണ്ട്, അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ സിനിമാ സെറ്റുകളിൽ ഇത്തരം മയക്കുമരുന്നൊക്കെ വരുന്നുണ്ടോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പോലീസിനെയും അറിയിക്കാനുള്ള ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്ന് കൃത്യമായി ഓരോ സിനിമാ പ്രവർത്തകരും തിരിച്ചറിയുകയും അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുത്തതുപോലെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ടത് ഒരു കലാകാരൻ, ഇപ്പം നമുക്ക് ഏത് സിനിമാ നടനെ അഭിനയിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റിനെ ആ സിനിമയിലേക്ക് വിളിക്കണം, ഈ കഥാപാത്രത്തിന് ഫിറ്റായ ആക്ടർ ആരാണെന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണ അധികാരം ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാണ്. അതിൽ നമുക്ക് വേറെ ആൾക്ക് ഇടപെടാൻ കഴിയില്ല. പക്ഷേ നിരന്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ, ഈ സിനിമാ സെറ്റിൽ അപകടം ഉണ്ടാക്കുന്ന ഒരാൾ, സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്ന ഒരാളോട് എന്ത് സമീപനം കൈക്കൊള്ളണമെന്ന് ഓരോ സിനിമ ഡയറക്ടർമാർ തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഇത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും ശ്രീ ചിറക്കര മധു താങ്കൾക്ക് പോകാനുള്ളത് കൊണ്ട് ശ്രീ ചിറക്കര മധു, ഇവിടെ ഇപ്പോൾ NDPS ആക്ട് 27, 29 ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ടുള്ള, മയക്കുമരുന്ന് വിൽപ്പനക്കാരുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം മയക്കുമരുന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചതിൻ്റെയും അവരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിൻ്റെയും ഒക്കെ തെളിവുകളുണ്ട്. അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ അത് ഈ പറഞ്ഞ ഗൂഢാലോചന ആംഗിളിൽ നിൽക്കുന്ന കാര്യമാണോ? ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചതിൻ്റെ അളവ് എത്ര, അതിൻ്റെ കൺസംഷൻ എത്ര, ഇത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് നിരന്തരമായി ഈ മയക്കുമരുന്ന് മാഫിയയുമായി പുലർത്തിയ ബന്ധം എന്നുള്ളത് എങ്ങനെയാണ് നിയമത്തിന് മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക? അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയ ഒരു കേസിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഗൂഢാലോചന സിദ്ധാന്തം വരുന്നുള്ളൂ. അല്ല, പൊതുവായിട്ടുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൽ നമുക്കൊരാളിനെതിരെ 29 പ്രയോഗിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഷുക്കൂർ സാറ്, പിന്നെ മറ്റ് ആശാ വക്കീൽ, ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യം 29 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കേസിന്റെ കാര്യത്തിൽ മാത്രമേ പറ്റൂ. അല്ലാതെ നിരന്തരം ധാരാളം പേരെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് ആ സെക്ഷൻ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇപ്പോ ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അവിടെ ഷൈൻ തന്നെ പറയുന്നത് ആ ദിവസം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷണത്തിൽ വരട്ടെ. പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി ഈ പറഞ്ഞ പ്രസ്തുത ദിവസം ഈ ഹോട്ടൽ PGS വേദാന്തയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടെങ്കിൽ പിന്നെ ഈ കേസില്ല, കഴിഞ്ഞു. ഇത് ഷൈൻ്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ വെറും ഓലപ്പാമ്പായി മാറും. അതെ, അങ്ങനെ സംഭവിക്കത്തേ ഉള്ളൂ. കാരണം അദ്ദേഹം ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് കേസ് വരണമെന്നില്ല. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള തെളിവ് കോടതി കൊടുത്താൽ മാത്രമേ 27 പോലും നിലനിൽക്കത്തുള്ളൂ എന്നാണ് എന്റെ അറിവ്. കൂടുതൽ വിവരങ്ങൾ ഷുക്കൂർ സാറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ്, അവരിൽ നിന്നേ അറിയാൻ കഴിയത്തുള്ളൂ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ശ്രീ TK രാജ്മോഹൻ, പല വഴിക്ക് സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വയനാട് വഴി മയക്കുമരുന്ന് വരുന്നുണ്ട്. ഇപ്പോൾ താമരശ്ശേരി ചുരം ഒരു തരത്തിൽ ഒരു ഹോട്ട് ബെഡായി മാറുന്നതും അവിടെ തന്നെ ആവർത്തിച്ചുള്ള കേസുകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ഈ സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച കേസാണ്. അതുപോലെ തന്നെ സീപോർട്ടുകൾ വഴി വരുന്നുണ്ട്, എയർപോർട്ടുകൾ വഴിയും വരുന്നുണ്ടാകാം. എല്ലാം ഒന്നും പരിശോധനയിൽ പെടില്ലല്ലോ സ്വാഭാവികമായിട്ടും. ഇത് എന്തായാലും ഇതിൽ ഇത്രയധികം ആവശ്യക്കാരുണ്ട്, അത്രയധികം മയക്കുമരുന്നിന്റെ കൺസംഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അത് സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന നിലയിലുള്ള എൻഫോഴ്സ്മെന്റും ഉണ്ട്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കും. ബോധവൽക്കരണം കൊണ്ട് മാത്രവും എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രവും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, രണ്ടും വേണ്ടിവരും. പക്ഷെ നമ്മൾ ഈ പുതിയ സാഹചര്യത്തെ നേരിടണമെങ്കിൽ നമ്മൾ പഴയ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മതിയോ? അഭിലാഷ്, ഇതിൻ്റെ ഈ ഡ്രഗിൻ്റെ മെയിൻ കൺട്രോളിങ് കാര്യം ചെയ്യേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്.
അതായത് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സപ്ലൈ ഉണ്ടാവും. അപ്പോൾ കേരളത്തിലിപ്പോൾ നല്ല ഡിമാൻഡാണ്. അല്ലെങ്കിൽ പഞ്ചാബിൽ കഴിഞ്ഞൊരു 10 വർഷം മുമ്പേ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇനി സപ്ലൈ, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഈ ഡിമാൻഡിൻ്റെ നമ്മുടെ ഉത്തരവാദിത്തം വെച്ചാൽ ഡിമാൻഡ് കുറക്കുക. ആ ഡിമാൻഡ് കുറക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പറഞ്ഞ മാതിരി ഈ പിന്നെ ബോധവൽക്കരണവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേസമയം ഡിമാൻഡ് കുറക്കാൻ വേണ്ടി ഡിറ്ററൻ്റായ പോലീസ് ആക്ഷൻ, ഡിറ്ററൻ്റായ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ, ഗവൺമെൻറ് ആക്ഷൻ, പൊതുപ്രവർത്തകരുടെ ആക്ഷൻ, ഇങ്ങനെ പല ആക്ഷനും വേണം. യുവജന സംഘടനകളുടെ ആക്ഷൻ, അങ്ങനെ പല ആക്ഷനും കൊണ്ട് നമുക്ക് ആ ഡിമാൻഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഡിമാൻഡ് കട്ട് ചെയ്ത അടുത്ത സപ്ലൈ ആണ്. ഈ സപ്ലൈ ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു കേസ് പിടിച്ചാൽ ആ കേസിൻ്റെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒന്നും ആരും നോക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കേസിൻ്റെ എവിടുന്ന് ആൾക്കാർ സപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സപ്ലൈ ചെയിനിൻ്റെ മെയിൻ എവിടെ വെച്ചിട്ടാണ്? അപ്പോൾ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന പല കാര്യങ്ങളും പല കേസുകളും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ സപ്ലൈ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പോലീസിൻ്റെ കഴിവോ അല്ലെങ്കിൽ കഴിവുകേടൊന്നല്ല ഞാൻ പറയുന്നത്. അതിന് നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം നമ്മുടെ ഏജൻസി കാണിക്കുന്നില്ല. അത് ഏജൻസിനെ നമ്മളാരും കുറ്റം പറയുന്നില്ല. ഏജൻസിൻ്റെ മാത്രം കഴിവുകേട് കൊണ്ടല്ല. ഇപ്പോൾ സപ്പോസ് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു കുറച്ച് കൊക്കൈൻ പിടിച്ചു, അല്ലെങ്കിൽ കൊടുത്ത് ഒരു MDMA പിടിച്ചു. കേരളത്തിൽ MDMA സപ്ലൈ ചെയ്യുന്ന മെയിൻ സെൻറ്റർ ഒന്ന് ബാംഗ്ലൂരാണ്, ഒന്ന് ഗോവയാണ്. അപ്പോൾ എവിടുന്ന് ഈ കാർട്ടൽ അവിടുന്ന് സപ്ലൈ ചെയ്യാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ സപ്ലൈൻ്റെ മെയിൻ ഏരിയയിൽ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. കാരണം NDPS ആക്ടിൽ ഇവിടുത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസ് സംസ്ഥാനത്തെ വെളിയിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി എക്സൈസിന് പരിമിതിയുണ്ട്. പോലീസ് അവിടെ അന്വേഷിക്കാൻ പോകും, പക്ഷേ വേറെ കേസ് വേറെ IPC ഒഫൻസും ബാക്കി അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് NDPS കൂടെ ആഡ് ചെയ്തിട്ട് അവർ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ മാതിരി ഒരു കൺട്രോൾ വരുത്താൻ പറ്റൂ. ഇപ്പം നമുക്ക് കൺട്രോൾ ഇല്ല. കാരണം ഇവിടെ ഡിമാൻഡ് നമ്മൾ ഏകദേശം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. ഏകദേശം ഡിമാൻഡ് കുറച്ച് വരുന്നുണ്ട്, പക്ഷേ ആ സപ്ലൈ ചെയിൻ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഗവൺമെൻറ് ലെവലിൽ ഈ നമ്മുടെ NDPS ആക്ടിൽ നമുക്ക് സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും പ്രൊവിഷൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംസ്ഥാനത്തിന് വെളിയിലേക്ക് NDPSൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് ഒരു ഔദ്യോഗിക ടീം പോകുമ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാ പവേഴ്സും യൂട്ടിലൈസ് ചെയ്യാൻ, അതായത് CRPC പുതിയ ആക്ടിലത്തെ ഭാരതീയ BNSS അതിൽ പറയുന്ന എല്ലാ പവേഴ്സ് ഉപയോഗിച്ചിട്ട് അവിടെ പോയി റെയ്ഡ് കണ്ടക്ട് ചെയ്യാനും ആൾ അറസ്റ്റ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമാലിറ്റീസും ചെയ്യാൻ അവർക്ക് അതിൻ്റെ പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമ്മുടെ സംസ്ഥാന ലെവലിൽ തന്നെ അത് ഒരു അമെൻമെൻറ്റ്, സ്റ്റേറ്റ് അമെൻമെൻറ്റ് നടത്താൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇതിൽ. അതിന് നമ്മൾ സർക്കാർ തയ്യാറാവണം, അതിന് നമ്മളെ പൊതുസമൂഹം തയ്യാറാവണം, അതിന് നമ്മളെല്ലാവരും അതിന് യോജിച്ച് പ്രവർത്തിക്കണം. അതിൽ നമ്മൾ ഈ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ വെറും സംഗീത മനോഭാവം കാണാനേ പാടില്ല. കാരണം ഇത് അത്ര വലിയ മെനേഴ്സാണ്. നമ്മളൊരു ഭാവി തലമുറ നശിപ്പിക്കുകയാണ്. കേരളത്തിൽ നമ്മളെ യങ്സ്റ്റേഴ്സൊക്കെ വളരെ ബ്രില്യൻ്റ് ആയ ആൾക്കാരാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ടൊരു നല്ലൊരു ഒരു വാർ അഗെയിൻസ്റ്റ് ഡ്രഗാണ് നമ്മളത്. അതിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ട് അത് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഇവിടെ ശ്രീമതി ആശ ഉണ്ണിത്താൻ ഒരു സിനിമ സെറ്റിൽ, സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ സെറ്റിൽ നടന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. പോലീസിനെ സംബന്ധിച്ച്, ഡാൻസ് ഓഫ് സംഘത്തെ സംബന്ധിച്ച് അവരൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ ഫോളോ ചെയ്ത് അയാൾ എത്തിപ്പെട്ട സ്ഥലത്തേക്ക് ചെന്ന് അങ്ങനെ ഈ നടനിലേക്ക് എത്തുകയായിരുന്നു. അതാണ് ഈ ഡാൻസ് ഓഫിന്റെ ആക്ഷന്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ നടൻ അപമര്യാദയായി പെരുമാറിയതിനെ കുറിച്ച് ആ സിനിമയിൽ അഭിനയിച്ച അഭിനേത്രിയുടെ പരാതിയുമുണ്ട്. അവർ ആ പരാതി ഔദ്യോഗികമായി പുഷ് ചെയ്യുന്നില്ലെങ്കിലും സിനിമാ സംഘടനകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു തൊഴിൽ യൂണിറ്റ് എന്നുള്ള നിലയിൽ അവിടെ ഈ ഡ്രഗ് അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ് നടക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും? ആ പ്രതിരോധിക്കാനുള്ള ബാധ്യത ഇപ്പോൾ അതിലിപ്പോൾ ഒരു തൊഴിൽ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ കണ്ടാൽ അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ, അതിന് പ്രൊഡ്യൂസർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നുണ്ടാകുമോ? ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ വലിയ ഇടപെടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സിനിമാ സെറ്റുകളിലേക്ക് റെയ്ഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ മുകളിൽ കുറച്ച് ശ്രദ്ധയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ഒരു വലിയ പ്രോട്ടോക്കോൾ, നമ്മളിപ്പോൾ ഈ നടന്മാരെയും നടിമാരെയൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയിട്ടല്ലേ എല്ലാവരും വരുന്നത്, എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരും.
അപ്പോൾ അവരിൽ തന്നെ കൃത്യമായി തന്നെ നിങ്ങൾ ആൽക്കഹോൾ അതുപോലെ സബ്സ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും സ്ത്രീകളെ നേരെയുള്ള ഉപദ്രവങ്ങൾ അരുതെന്നും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രൈമാണെന്നും അത് അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ഒപ്പം തന്നെ അവരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധനകൾ ബ്രീത്തനൈസ് തൊട്ട് എന്തൊക്കെ സംഗതികളാണോ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് വേണ്ടുന്ന സഹായം വേണമെങ്കിൽ എക്സൈസിൻ്റെ പോലീസിൻ്റെ അവർക്ക് വാങ്ങാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഈ മയക്കുമരുന്ന് അവർക്ക് നൽകുന്നത്? ഇപ്പോൾ ഈ MDMA ആണെങ്കിലും കൊക്കൈൻ ആണെങ്കിലും ഒപ്പി ആണെങ്കിലും ഇവർക്കൊക്കെ നൽകുന്ന സംഗതി എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഹാപ്പി ഹോർമോൺസ് റിലീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് എൻഡോർഫിൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡോഫോഴ്സ് റിലീസ് ചെയ്യണമെങ്കിൽ മനുഷ്യൻ എക്സസൈസ് ചെയ്താലും ഭക്ഷണം കഴിച്ചാലും സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടാലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഹോർമോണാണ്. അതല്ലെങ്കിൽ മറ്റ് ഹോർമോൺസിനും അതിൻ്റെതായ രീതിയിലുള്ള റിലീസിങ് ഉണ്ട്. അപ്പോൾ ഇത് എന്താ വർക്കൗട്ട് അല്ലെങ്കിൽ എന്ത് സ്പോർട്സ് ആക്ടിവിറ്റിയാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്? അവർ എല്ലാവരും ഒന്നിലെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുകയോ ഗെയിം കളിക്കുകയോ ആ രീതിയിലുള്ള ചില മരണങ്ങളും അതുപോലെ പണനഷ്ടവും പിന്നെ അവർക്കുണ്ടാകുന്ന ഒബീസിറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഈ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ പിടിച്ചു വെച്ച് ഒരു തരം ഒരു പത്രം എന്ന് പറയുന്നില്ലേ, ന്യൂസ് പോലും അറിയാതെ ഒരു പ്രത്യേക ലോകത്ത് വളരുന്ന ഈ കുട്ടികൾ പിന്നെ എന്താ ഇവർക്കൊരു ഡിപ്രഷൻ മാറാനുള്ള ഒരു വഴി, അവർ ഈ സ്ട്രെസ് റിലീഫിനായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ യുവജന സംഘടനകൾ, സർക്കാർ, പാരൻസ്, സ്കൂളിങ്സ്, അതുപോലെ കോളേജസ് ഇവരെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഒരു ഭാഗത്ത് ബോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ മാത്രം ചെയ്താൽ പോരാ, അവർക്ക് ആക്ടിവിറ്റീസ് നൽകുകയും അവരെ എൻഗേജ് ചെയ്യുകയും ഇത്തരം ആക്ടിവിറ്റികളിൽ നമ്മൾ കണ്ടതല്ലേ, അവരത്ര മോശം ആൾക്കാരൊന്നുമല്ല. നമ്മൾ പ്രളയ സമയത്തും കോവിഡ് സമയത്തൊക്കെ അവരുടെ എനർജി നമ്മൾ കണ്ടതാണ്. അവർ നമ്മളെ വളരെയധികം രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നേരത്തെ രാജ്മോഹൻ സാറ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊട്ടും മോശമല്ല. നമ്മളെക്കാൾ ഒരുപാട് ടെക്നിക്കലാണെങ്കിലും AI ഉപയോഗിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും അവർക്ക് കൃത്യമായ വിഷൻ ഉണ്ട്. അപ്പോൾ അവരെ വിഷൻ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നേ ഇല്ല. അതും വലിയൊരു വിഷയമാണ്. ഇപ്പോൾ കേരളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ കേസുകളിൽ എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്രയും നല്ലൊരു സംവിധാനം ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ബാംഗ്ലൂരോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിടിക്കുന്നേ ഇല്ല. അവിടെ നിന്നുള്ള പലതും കുട്ടികൾ പഠിച്ചൊക്കെ വന്നത്. നമ്മുടെ നാട്ടിലെ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് തുടങ്ങിയേക്കാൾ മുൻപ് പുറത്തുണ്ടായിരുന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പോയ വിദ്യാർത്ഥികളിൽ നിന്നാണല്ലോ ഇത് ഏറ്റവും അധികം ഇങ്ങോട്ട് എത്താൻ തുടങ്ങിയതും ഇത് വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വളരെ സുലഭമായി മാറിയത്. പിന്നെ നമ്മുടെ സിനിമകൾ ചെയ്യുന്നത് വളരെ പ്രൊപ്പഗാൻഡിക് ആണല്ലോ സിനിമകളിൽ കാണുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പം മാതാപിതാക്കൾക്ക് അറിയില്ല എന്താണ്. ഇപ്പം നമ്മുടെ ഭീഷ്മ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയല്ലേ ഒരു ഉപ്പാണോ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് സിദ്ദിഖ് ചോദിക്കുന്നത്. ഷൈനോട് തന്നെയാണ് ചോദിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ചിരിക്കുകയാണ് കാണുന്നത്. ശരിക്കും അത് MDMA പൊടിയാണ് എന്ന് മനസ്സിലാവാതെ ആ തിയേറ്ററിൽ ആരും ചിരിക്കുന്നില്ല. കാരണം അത് ചിരിക്കുന്നവർക്ക്, അത് അറിയുന്നവർ വളരെ അപൂർവ ആൾക്കാർ മാത്രമാണ്. പക്ഷെ പിന്നത്തെ സിനിമകൾ വന്നപ്പോഴേക്കും വളരെ സ്വാഭാവികമായിട്ട് ഇതിനെ കാണിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഇതൊരു പ്രൊപ്പഗാൻഡിക്കായിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ട് ഇവിടെ. അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ ഒരു സ്പേസ് ആയിട്ട് സിനിമ മാറുകയും ചെയ്യുമ്പോൾ വളരെ നാച്ചുറലായിട്ട് ഇതിനെ നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് ഉള്ള എൻട്രി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലും നമ്മൾ കുറച്ചധികം സംഭവം ശരിയാണ്, നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യങ്ങളുടെ മുകളിലേക്കാണ് കൂച്ചുവിലങ്ങുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്നൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ കർശനമായിട്ട് മുന്നോട്ട് പോയേ മതിയാവൂ. അല്ല ഡെറ്ററന്റ് എഫക്റ്റ് പേടിച്ചിട്ട് ആരും ഇപ്പൊ ഷൈനെ പിടിക്കും എന്ന് പേടിച്ചതൊന്നും ഷൈൻ ചെയ്യാതിരിക്കില്ല, അല്ലെങ്കിൽ മറ്റു ഷൈന്മാരും ചെയ്യാതിരിക്കില്ല. അപ്പൊ ഡെറ്ററന്റ് ഇഫക്റ്റ് ഓഫ് ലോ ഇസ് വെരി 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 ലിറ്റിൽ. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പാരലൽ സംവിധാനങ്ങൾ. അപ്പോൾ ഇത് രണ്ടിനെയും എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെയാണ് ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട്. അത് ചെറുപ്പക്കാരിൽ തന്നെ എടുക്കണം. ഇവിടെ നിന്നിട്ട് ഇൻ യുവർ ഓൾഡ് ഏജ് യു വാണ്ട് ടു ചേഞ്ച് ദ യൂത്ത്, ഇൻ യുവർ യൂത്ത് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ ആ യൂത്തിനെ തന്നെ നമ്മൾ പിടിക്കണം, ആ യൂത്തിൻ്റെ നിർദ്ദേശങ്ങൾ എടുക്കണം. അവരെവിടെയാണ് നമ്മളുടെ യൂത്ത് പോളിസിയിൽ പോലും സംസാരിക്കുന്നത്? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ ഇന്ന് തയ്യാറാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ 50 കഴിഞ്ഞും 60 കഴിഞ്ഞും 70 കഴിഞ്ഞുള്ള ആളുകളാണ് ഈ യൂത്തിനോട് സംസാരിക്കുന്നത്. ദേ ആർ മോർ അഡ്വാൻസ് ദാൻ അസ്. പിന്നെ മാത്രമല്ല ലോകമേ തറവാടാണ്. ലോകത്തിൽ എവിടെ നടക്കുന്ന ഒരു ചെറിയ സിനിമയാണെങ്കിലും ഒരു പാട്ടാണെങ്കിലും അത് ആ സമയത്ത് ഇവിടെ വൈറലാവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നടക്കുന്ന എല്ലാ സംഗതികളും ആ പാട്ടിനൊപ്പം തന്നെ അവിടുത്തെ ഡ്രഗ്സും അവിടുത്തെ സംസ്കാരവും ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ നല്ലതെടുക്കുകയും ചീത്ത തള്ളിക്കളയുകയും ചെയ്യാനുള്ള ഒരു വിവേചന ശക്തിയിലേക്ക് അവരെ വളർത്തണം. വേർ ഇസ് അവർ സിലബസ്? എവിടെയാണ് നമ്മുടെ സിലബസിൽ അത്തരം കാര്യങ്ങളുള്ളത്? ഒരു മാർഷൽ ആർട്സ് പഠിക്കാൻ സിലബസ് പോലും ഇല്ലാത്ത നാടാണ് ജപ്പാനൊക്കെ. നോക്കൂ, മാർഷൽ ആർട്സ് പഠിക്കാത്ത ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് സ്വയം വിമർശനപരമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. യൂത്ത് ആണ് ഇന്ന് നമ്മളുടെ രാജ്യത്തിന്റെ ഭാവി. തീർച്ചയായിട്ടും. അവിടെ ശ്രീ വി കെ സനോജ് ഡ്രഗ് കാർട്ടൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ. കടൽ വഴിയും കര വഴിയും ആകാശം വഴിയും ഒക്കെ വരുന്നുണ്ട് ഈ മയക്കുമരുന്ന് മാഫിയ. അവരെ നമുക്ക് റിയൽ ലൈഫിൽ തടഞ്ഞു നിർത്താൻ ഖുറേഷി അബ്രാം, സയ്യിദ് മസൂദ് ഒന്നുമില്ല. അതൊക്കെ സിനിമയിലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയുള്ളത് പിണറായി വിജയനും ഷെയ്ഖ് ദർവേഷ് സാഹിബും ഒക്കെയാണ്. നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ സംവിധാനമാണ്, നമ്മുടെ മെഷീനറിയാണ്. അപ്പോൾ അവരെത്ര ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ 5 കൊല്ലം മുമ്പുള്ള നിലയിൽ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, 10 കൊല്ലം മുമ്പുള്ള നിലയിൽ ഒട്ടുമേ ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് മതിയോ എന്നൊരു ആത്മപരിശോധന നടത്തണ്ടേ? അല്ല, എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്നതിൻ്റെ കണക്കാണ് ഞാൻ നേരത്തെ വായിച്ചത്. അപ്പോൾ ലഹരി ഉപയോഗം കേരളത്തെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്കാൾ എത്രയോ ഇരട്ടി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിലും മറ്റ് ശിക്ഷാ നിരക്കിൻ്റെ കാര്യത്തിലൊക്കെ കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. പിന്നെ അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് മതിയോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് തീരെ ഇല്ല എന്ന നിലത്തേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഉദ്യോഗസ്ഥലത്തുണ്ടാകുന്ന വീഴ്ചകൾ സംബന്ധിച്ചും ഗൗരവമായി ഇടപെടൽ നടത്തേണ്ടത് തന്നെയാണ്. നേരത്തെ ഷൈൻ ടോം ചാക്കോ 2015 പ്രതിയായിട്ടുള്ള ഒരു കേസ്, അത് ആ കാലത്ത് അന്വേഷിച്ച പോലീസ് അധികൃതരുടെ വീഴ്ച അതിനകത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ കോടതിയെ ചൂണ്ടിക്കാണിച്ച്, വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ച വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യൂറിൻ സാമ്പിളാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ അവിടെ പരിശോധിച്ചത് രക്തസാമ്പിളാണ്. അപ്പോൾ രക്തം പരിശോധിക്കുന്നു, മൂത്രം പരിശോധിക്കണമെങ്കിൽ രക്തം പരിശോധിച്ചാൽ ആളെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ വീഴ്ചകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ആ വീഴ്ചകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഴുതടച്ചുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. ഒരു കാര്യം അത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂത്തിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് ഒരു കാര്യം. അത് യുവജന സംഘടനകൾ എന്ന നിലയിൽ ഇടപെടൽ ശക്തമായി നടത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘടന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ സംഘടനാ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നം എന്ന് ചർച്ച ചെയ്ത കുറേ ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്തായ അവസ്ഥ? വിദ്യാർത്ഥി സംഘടനകൾ ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കളമശ്ശേരി പോളിടെക്നിക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2 വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവിടെ പ്രതിയായ ഒരു കുട്ടിയെ കുറിച്ച് SFIയുടെ ഏരിയ സെക്രട്ടറി വന്ന് പറഞ്ഞ്, കണ്ടോ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അഭിലാഷ്, അത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ സ്വാധീനം കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന്, കേരളത്തിലെ സ്കൂളുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായതിൻ്റെ കെടുതി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളൊന്നും ഇതിൻ്റെ ഭാഗമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ മുൻനിർത്തിയിട്ട് ആകെ ഇവരാണ് കുഴപ്പക്കാരെന്ന് വരുത്തിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ വിദ്യാർത്ഥി നേരത്തെ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറികളൊക്കെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അതില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഗ്യാങ് വാറുകളാണ് നടക്കുന്നത്. ഇപ്പം മിക്കവാറും +2കളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങുന്ന ഘട്ടത്തിൽ പരീക്ഷയുടെ അവസാന ദിവസം മിക്ക സ്കൂളുകളിലും പോലീസ് കാവലാണ്. നേരത്തെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥി സംഘടന അഭാവം മാത്രമാണെന്നില്ല, അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൂടുതൽ പൊളിറ്റിക്കലൈസ് ചെയ്യുക, വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന ആണ് എന്ന് നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ സാന്നിധ്യം ക്യാമ്പസിൽ, സ്കൂളിൽ സജീവമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൂല്യബോധം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിലയിലുള്ള ഇടപെടൽ നടത്തണം, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, കായിക മേഖലയിൽ ഇവിടെ ലഹരിയെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കഴിയണം. ഇപ്പം ഞങ്ങളിപ്പോൾ DYFI സംസ്ഥാന വ്യാപകമായി ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ ടൂർണമെൻറ്റുകളും ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായിട്ടുള്ള കളി വീക്ഷിക്കുന്ന നിരവധി കാര്യങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നിലയിൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കാൻ പാകത്തിൽ അവരുടെ സിലബസിനകത്ത് ഉൾപ്പെടെ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള ശക്തമായ ഇടപെടൽ കൂടി മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഏതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നത് എനിക്ക് തോന്നുന്നേയില്ല. എൻഫോഴ്സ്മെൻറ്റ് ശക്തമായി വേണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ ഒരു 100 ഇരട്ടിയോ എൻഫോഴ്സ്മെൻറ്റ് ആവട്ടെ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല.
പക്ഷേ ഇതിനകത്ത് മറ്റ് തലത്തിലുള്ള ഇടപെടൽ കൂടി ശക്തമാണ്. മാധ്യമങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കും അതിനകത്ത് ഒരുപാട് പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. സ്വാഭാവികമായിട്ട് നിങ്ങളും ആ നിലയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സിനിമാ മേഖലയാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർമാരുള്ളത്. ആ സിനിമാ മേഖല ഇൻഫ്ലുവൻസർമാർ രംഗത്ത് തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ കൂടി തന്നെ ഈ വയലൻസ്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വളരെ നോർമലായി കൊണ്ടുപോവുകയാണ്. വയലൻസിനെ ആഘോഷിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ പോലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, 100 കോടി ക്ലബിലേക്ക് കടക്കുന്ന സിനിമകൾ കടുത്ത വയലൻസ് ആണ് പ്രോത്സാഹിപ്പിച്ചത്. ഇനി മലയാളത്തിൽ ഈ വയലൻസ് സിനിമ ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കുമായിരിക്കും. കാരണം ഞാൻ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ലോകമേത അവാർഡാണ്. ഇപ്പോൾ കയ്യിലുള്ള മൊബൈൽ കൂടി ലോകം മൊത്തം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. മിക്കവാറും നമ്മുടെ കുട്ടികളൊക്കെ കാണുന്ന കണ്ടന്റുകൾ, വീഡിയോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ സീരീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ പോലും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വർദ്ധിക്കുന്നു എന്നത് മലയാളി സമൂഹം തന്നെ ഇതിന്റെ ഭാഗമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതെല്ലാം ഒരു സൂചനയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്ന് ശക്തമായി ജനകീയ യുദ്ധത്തിന്റെ ഭാഗമാവുക എന്നല്ലാതെ മറ്റ് പോംവഴിയൊന്നും ഇതിനില്ല. തീർച്ചയായും അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. വയലൻസിനെ, ലൈംഗിക അതിക്രമത്തെ, ഭാഷയിലെ മോശം പ്രയോഗങ്ങളെ, സ്ത്രീ വിരുദ്ധതയൊക്കെ നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക്, അത് കേരളത്തിന്റെ മാത്രം വിഷയമല്ല, ലോകവ്യാപകമായി അങ്ങനെയാണ്. അഡോളസെൻസ് എന്നൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിലും. നമ്മൾ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഗൗരവത്തോടു കൂടി അഭിസംബോധന ചെയ്യേണ്ട വിഷയമാണ്. അതിൽ ഓരോരുത്തർക്കും മാധ്യമങ്ങൾക്കടക്കം പങ്കുമുണ്ട്. പക്ഷേ ജിൻഡോ ജോൺ അതിലൊരു യുദ്ധം വേണമെന്ന് ഇപ്പോൾ DYFI അഭിപ്രായപ്പെടുന്നു. DYFIയുടെ മാത്രം കാര്യമല്ല, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനാവട്ടെ, യൂത്ത് ലീഗിനാവട്ടെ, യുവമോർച്ചയ്ക്കാവട്ടെ, മറ്റ് സംഘടനകൾക്കാവട്ടെ, പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സന്നദ്ധ സംഘടനകൾക്കാവട്ടെ, സർക്കാരിനാവട്ടെ, ബ്യൂറോക്രസിക്കാവട്ടെ, എല്ലാവർക്കും പങ്കുവയ്ക്കാൻ കഴിയണം. മാധ്യമങ്ങൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും സോഷ്യൽ മീഡിയ താരങ്ങൾക്കും സിനിമാക്കാർക്കും ഒക്കെ അക്കാര്യത്തിലൊരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ ഇതുപോലെ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു ജനറേഷനെ അപ്പാടെ ഒരു തരത്തിൽ വിനാശത്തിലേക്ക് തള്ളിവിടുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമായി, കേവല രാഷ്ട്രീയ പരിഗണനകൾ മറന്ന് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി ഇതിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, രാഷ്ട്രീയ കക്ഷികൾ അടക്കം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അഭിലാഷ, ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ലഹരി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒറ്റപ്പെട്ട ചില വ്യക്തികളൊക്കെ ചില വിടുവായുത്തരങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഈ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു. മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകുന്നു. അവിടേക്ക് ചില ഒറ്റപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പൊതുവിൽ നമ്മുടെ അഭിപ്രായം, ആഗ്രഹം അങ്ങനെയാണ്. എനിക്കിതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളൂ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കി നിർത്തിയിട്ട് സിനിമ നിർമ്മിക്കണം എന്ന് പറയുന്ന പോയിന്റിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ഒന്നാമത്തെ കാരണം, ഈ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ അവരെവിടേക്കാണ് വരുന്നത്? അവർ സമൂഹത്തിൽ വന്ന് അലമ്പുണ്ടാക്കിക്കോട്ടെ എന്നാണ് പറയുന്നത്. അവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയല്ല അതിൽ ചെയ്യേണ്ട പരിഹാരം. അവരെ അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിപാടി വേണം. അല്ലാതെ അവരെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇപ്പുറത്തും അവരത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ഈ പിടിക്കപ്പെടുന്ന ആളുകളെല്ലാം അത് തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ മെഷേഴ്സ് ഉണ്ട് ഈ കറക്റ്റ് ചെയ്യാൻ? ഇപ്പം ഞാനതിൽ ഒന്നാമത്തെ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാംസ്? അവരോട് നിങ്ങളെല്ലാവരും ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ ഫ്ലാഷ് മോബ് നടത്തിയോ, അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പയിൻ നടത്തിയോ, നമ്മളൊരു മൈതാന പ്രസംഗം നടത്തിയോ ചെയ്തുകൊണ്ട് നാട്ടിലെ ആളുകൾ ലഹരി ഉപയോഗിക്കാതിരിക്കുമോ? പകരം എന്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിയും? എന്തൊക്കെ പ്രോഗ്രാംസ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആവിഷ്കരിക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണ്ടേ? അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമത്തത്, ഈ അവൈലബിലിറ്റി ഇല്ലാതെ ഇരിക്കുക. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഇന്റർ സ്റ്റേറ്റ് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ടോ നമ്മൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ സാധനം ഇവിടെ നാട്ടിൽ കിട്ടുന്ന എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും ലഹരി വസ്തുക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട്, സപ്ലൈ ചെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ ഒത്തിരി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ അത്രയും കേസ് ആളുകൾ ഉപയോഗിക്കുന്നു, പിടിക്കപ്പെടാതെയും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ വരുന്നുണ്ട്. അതിൻ്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാനായിട്ടുള്ള എഫക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും എടുക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും അധികം സാധനങ്ങൾ കിട്ടില്ല. ഇനി അടുത്ത അതിനോട് കൂട്ടി പറയുന്നത്, കേരളം ലോകത്തോടൊപ്പം വളരുകയാണ്. കേരളം എന്നല്ല, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഒറ്റ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഈ ഗ്ലോബലൈസേഷൻ കാലത്ത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് വരും. അതിൽ നിന്ന് നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവ് മാത്രം എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകതരം അരിപ്പ കേരളത്തിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പകരം അങ്ങനെ ഒരു അരിപ്പ ഉണ്ടാക്കണമെങ്കിൽ ഭരണ സംവിധാനങ്ങൾ തന്നെ വിചാരിക്കണം. അതിന് പകരം കേരളത്തിലെ ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ലഹരിയിൽ നിന്ന് മാറ്റി അട്രാക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്ലാൻസ്, പ്രോഗ്രാംസ്, അങ്ങനെ എന്തെങ്കിലും പ്ലാൻഡ് പ്രോഗ്രാംസ് ഉണ്ടോ
ഉണ്ടോ? നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഇതിനെല്ലാം പരിഹരിക്കണം, നിങ്ങൾ ആരും ഉപയോഗിക്കരുത് എന്ന് പറയുകയും നാട്ടിൽ ബാറുകളുടെ എണ്ണം 25 നിന്ന് 800 വർദ്ധിപ്പിക്കുകയും ബ്രൂവറിയും ഡിസ്റ്റിലറിയും വർദ്ധിപ്പിക്കുകയും അതൊക്കെ ചെറുതൊക്കെ അടിച്ചാൽ കുഴപ്പമില്ല, ചെറിയൊരു പുക വിട്ടാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെടുവായിത്തരം പറയുകയും ചെയ്യുന്നു. ചില സിനിമാ താരങ്ങൾ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത പരിപാടിയാണെന്ന് സിനിമയിൽ കാണിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു സിനിമയിൽ ക്രൈം കാണിച്ചതുകൊണ്ടോ സിനിമയിൽ ഡ്രഗ് യൂസേജ് കാണിച്ചതുകൊണ്ടോ ആണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ പല ഒരു IAS ഉദ്യോഗസ്ഥരാകുന്നുണ്ട്. എത്ര പേര് കേരളത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്? സിനിമയിൽ പലരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമയിൽ തന്നെ ഈ പറഞ്ഞ ഉപ്പാണോ ടച്ചിങ്സ് എന്ന് ചോദിക്കുന്ന ആ സിനിമയിൽ തന്നെ ഈ ടച്ചിങ്സ് ഉപയോഗിച്ചവൻ അവസാനം മരണപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചാൽ മരണപ്പെടുന്ന ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് പൊതുസമൂഹത്തിനുണ്ട്. ഈ മെസ്സേജ് പറയുന്ന ആളുകൾക്ക് കുറച്ച് ആത്മാർത്ഥത വേണം. ഏതൊക്കെ ലഹരിയാണ് നമ്മൾ വർജിക്കേണ്ടത്? ലഹരി വർജനം ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷേ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു പോളിസി നടപ്പാക്കാൻ, സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഡിസിഷന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലഹരിയാണ് ഒഴിവാക്കേണ്ടത്? മദ്യം ചെറുതായിട്ട് അടിച്ചാൽ കുഴപ്പമില്ല, ബിയർ അടിച്ചാൽ കുഴപ്പമില്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം പല സഖാക്കന്മാർ പണ്ട് ചെഗുവേരെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അതുപോലെ മയക്കുമരുന്ന്, സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണ് കുഴപ്പം എന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ലഹരി, ഏതൊക്കെ ലഹരി എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നമ്മുടെ മുമ്പിലുണ്ടോ? അതിന് നമുക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഇല്ല. നമുക്ക് കുറേ ഉപരിപ്ലവമായിട്ടുള്ള ക്യാമ്പയിൻ, കുറേ പ്രസംഗങ്ങൾ, കുറേ ക്യാമ്പയിൻ, കുറേ പണം അതിനുവേണ്ടി ചെലവഴിക്കും, കുറേ ഫ്ലെക്സ് അടിച്ചു വയ്ക്കും. ഈ ഫ്ലെക്സ് കണ്ടുകൊണ്ട് അതിൻ്റെ താഴെ പോയിരുന്ന് ഇവനൊക്കെ പൊടിയുരുട്ടി വലിക്കും. അപ്പോൾ അതൊക്കെ നടക്കുന്നതാണ്. അതിന് പകരം ക്രിയാത്മകമായി ആത്മാർത്ഥമായി എന്ത് സമീപനം നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതിന് മറുപടിയില്ല. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പേര് പുറത്തു പറയാതെ പരസ്പരം ആ സിനിമാ സംഘടനകൾ പറഞ്ഞു തീർത്താൽ ആ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിന്നീട് അതിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യം തീർക്കില്ല എന്ന് എന്തോ ഉറപ്പുള്ളത്? മുൻപും പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ. അതിനുശേഷം ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ പിന്നീട് പല വലിയ ക്രൈം നടക്കുമ്പോൾ അപ്പോൾ പോലീസിലേക്ക് പരാതിയുമായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എവിടെ ഒരു ക്രൈം ഇൻസിഡൻസ് കാണുന്നോ അപ്പോൾ തന്നെ എന്തുകൊണ്ട് കേരളത്തിലെ നിയമ സംവിധാനത്തിന്റെ മുമ്പിൽ വരുന്നില്ല, പരാതി കൊടുക്കുന്നില്ല, നിയമ നടപടി സ്വീകരിക്കുന്നില്ല? അത് മറ്റാളുകൾക്ക് കൂടി, സാധാരണപ്പെട്ട സ്ത്രീകൾക്കും മറ്റ് പൗരസമൂഹത്തിലുള്ള ആളുകൾക്കും ഒരു മാതൃകയല്ലേ, യുവതി യുവാക്കൾക്കും? അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി കൂടി എടുക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. തീർച്ചയായിട്ടും. ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ, വിൻസി അലോഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിനി ആ നടൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഇനി താങ്ങാൻ കഴിയില്ല എന്ന്. ഈ ലഹരി ഉപയോഗിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സാമൂഹ്യ ശല്യമാകുന്ന ആളുകളെ ഒഴിവാക്കാമല്ലോ, അതിൽ തൊഴിൽ വിലക്കൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ അതിനോട് കംഫർട്ടബിൾ അല്ല എന്ന് ഓരോ വ്യക്തിക്കും പറയാവുന്ന ഒരു സാഹചര്യം നമുക്ക് സ്വാഭാവികമായും ക്രിയേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ കുറെ കൂടിയൊക്കെ ഒരു ഡിസിപ്ലിൻ ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ? അപ്പോൾ സിനിമ ഒരു തൊഴിൽ യൂണിറ്റ് എന്നുള്ള നിലയിൽ എല്ലാവർക്കും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു ഇടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായ പ്രശ്നക്കാരായ, സ്ഥിരം സാമൂഹ്യ ശല്യമാകുന്ന, ഒരു തരത്തിൽ ലഹരിയെ പൊതു ചടങ്ങുകളിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ സ്വാഭാവിക മാറ്റി നിർത്തലിലൂടെ ഒഴിവാക്കാൻ കഴിയുന്നതാണോ? അല്ല, അത് പറയുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് സംസാരിച്ചാൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തിൽ ഒരു സമഗ്രമായ ഈ മദ്യനയത്തെക്കുറിച്ചോ ഈ നർക്കോട്ടിനെ കുറിച്ചൊന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായി മദ്യത്തെക്കുറിച്ച് എന്താണ് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം, മയക്കുമരുന്ന് എങ്ങനെയാണെന്ന് അറിയാം, അതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാം. കൃത്യമായ ധാരണ ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായി ഈ മദ്യഷോപ്പിൻ്റെ എണ്ണം കൂടുന്നതോ അല്ലെങ്കിൽ മയക്കുമരുന്ന് തമ്മിൽ യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മയക്കുമരുന്ന് വേറെ, മദ്യം വേറെ. മദ്യം അന്തർദേശീയ തലത്തിൽ എല്ലാ സ്ഥലത്തും അംഗീകരിച്ച സാധനമാണ്. മദ്യം ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ട് മദ്യം എത്ര അളവ് വരെ ആകാതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. എന്നാൽ മയക്കുമരുന്ന് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മയക്കുമരുന്നിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ നമ്മൾ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നയപരിപാടികൾ തന്നെയാണ് സംസ്ഥാനം നടപ്പാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 1-2 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ ഓരോ ദിവസവും ഡിക്റ്റേറ്റ് ചെയ്യുന്ന എണ്ണം കുറയുന്നുണ്ട്. അതിൽ കൺസ്യൂം ചെയ്യുന്ന ആളുടെ എണ്ണം കുറയുന്നുണ്ട്. കേരളത്തിലെ പിടിക്കുന്ന കേസുകളിലെ എണ്ണം ഗണ്യമായി കുറയാനുള്ളൊരു കാരണം ഓരോ ദിവസവും ഇവിടെ വരുന്ന മയക്കുമരുന്നിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെയാണ്. അതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായും അദ്ദേഹം നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, ഇത്തരം ചെയ്യുന്നവരെ പൂർണ്ണമായി നിന്ന് ഒഴിവാക്കുകയല്ല വേണ്ടതെന്ന്. അതിലും ഏത് നടൻ അഭിനയിക്കണം, ഏത് നായിക വേണം അല്ലെങ്കിൽ നായകൻ വേണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി ആ സിനിമ കൺസീവ് ചെയ്യുന്ന ആളാണ്.
പക്ഷേ വിൻസി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് കംഫർട്ടായി തോന്നാത്തൊരു സ്ഥലത്തേക്ക്, തൊഴിൽ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ആ കംഫർട്ടായി തോന്നണമെങ്കിൽ നിയമപരമായും സാമൂഹികമായും അംഗീകരിച്ചൊരു സാഹചര്യം കൂടി അവിടേക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാൾ ലൊക്കേഷനിൽ വരികയും സിനിമാ സെറ്റിൽ വരികയും അവിടെ വച്ച് മറ്റുള്ള ആൾക്കാരുടെ മോശമായി പെരുമാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായാൽ അത്തരം ആൾക്കാർ തന്നെയാണ് സെറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. അത് എ ഓർ ബി, അത് ഷൈനായാലും ഇനി വേറെ ഏതെങ്കിലും താരമായാലും ഇനി ഒരു നായികയായാലും അല്ലെങ്കിൽ നായിക പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും നടിയായാലും ആണോ പെണ്ണോ എന്ന് വ്യത്യാസമായി ആരാണോ ഈ സെറ്റിൽ വെച്ച് അല്ലെങ്കിൽ ലൊക്കേഷനിൽ വെച്ച് മയക്കുമരുന്നോ മദ്യം ഉപയോഗിച്ച് മറ്റാൾക്കാരോട് മോശമായി പെരുമാറുകയാണെങ്കിൽ അവരെ ആ സെറ്റിൽ നിന്ന് നീക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായ സംഗതി. അതിനുള്ള അത്തരം ഒരു കാര്യത്തിലേക്ക് സിനിമാ സെറ്റ് എത്തുന്നുണ്ട് ഇപ്പം നേരത്തെ തന്നെ. പക്ഷേ ഇത് 1-2 ആളിൽ ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ കമൽ സാറിനെ പോലുള്ള വളരെ സീനിയറായ സംവിധായകർ അഭിപ്രായം പറയുകയുണ്ടായി. മേജർ രവിയെ പോലെ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള സംവിധായകർ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ വ്യക്തിപരമായ നിലയിൽ വെച്ച് ഓരോ ആൾക്കാരും അവരോട് പെരുമാറിയ രീതിയും ആണ് അവർ പറയുന്നത്. വിൻസി പറയുന്നത് വിൻസിയോടുണ്ടായ സമീപനമാണ്. ഇപ്പം നമ്മുടെ വൈശാഖ കേസിലും അതിന് ശേഷം വന്ന പോഷ ആക്ടിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരോട് എങ്ങനെ മറ്റുള്ളയാൾ പെരുമാറുന്നു ആ പെരുമാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് സെക്ഷൽ വയലൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു വലുതുണ്ടോ തീരുമാനിക്കേണ്ടത്. അത് പുറത്തുള്ളൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ കമൽ സാറിനോട് നന്നായി പെരുമാറുന്ന ഒരാൾ അല്ലെങ്കിൽ മേജർ രവി സാറിനോട് നന്നായി പെരുമാറുന്ന ഒരാൾ വിൻസിയോട് നന്നായി പെരുമാറി എന്ന് നമുക്കാർക്കും ഊഹിക്കാൻ കഴിയില്ല. വിൻസി എന്ന് പറയുന്ന കലാകാരി അവരോട് മോശമായി പെരുമാറിയത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുറത്തു പറയുന്നത്. അങ്ങനെ ഒരാൾ പുറത്തു പറയുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സമൂഹം എന്ന നിലയിൽ, സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ എല്ലാവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇനിയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടാവണം. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നിരന്തരം ആ കാര്യം ചർച്ച ചെയ്തിട്ടും വീണ്ടും അത് ആവർത്തിക്കുന്നെങ്കിൽ അതിലെവിടെയോ പിശകുണ്ട്. ആ പിശക് തിരുത്താനുള്ള ഉത്തരവാദിത്വം സിനിമാ പ്രവർത്തകർക്ക് ഉണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ടിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇതിനൊരു പരിഹാരം ഇത് ആ നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്യപ്പെടട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.